ആദരണീയനായ പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദബോസ് സാർ, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ആദരണീയ വ്യക്തികൾക്കും നമസ്കാരം. ശ്രീശങ്കരൻ്റെ മണ്ണിൽ നിന്നും രാമകൃഷ്ണദേവൻ ജനിച്ച മണ്ണിൽ ഔദ്യോഗികമായി കൃത്യനിർവഹണം നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് അതൊരു ഈശ്വര അനുഗ്രഹമാണ് എന്നാണ് നമുക്കൊക്കെ തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ നാമം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷണവും നമ്മളെല്ലാവരും ശ്രവിച്ചു. അതിൻ്റെ അർത്ഥവത്തായ തലങ്ങളിലേക്കും നമുക്ക് പോകുവാൻ സാധിക്കും. ഈയൊരു വൈകിയ വേളയിൽ സുദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എങ്കിൽ ഏറ്റവും പ്രധാനമായി പറയുവാനുള്ളത്, ഒരു കുഗ്രാമത്തെ എങ്ങനെ ഒരു സുഗ്രാമമാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് അഞ്ചുമൂർത്തി ക്ഷേത്രവും സാന്ദീപനി സാധനാലയവും എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഒതുങ്ങി. നേരത്തെ ശരത്ജി പറഞ്ഞതുപോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ കാട് പിടിച്ച് നശിച്ചു കൊണ്ടിരുന്ന ഈ ഒരു ക്ഷേത്ര സങ്കേതം, പല സാമൂഹിക വിരുദ്ധരുടെയും താവളമായിരുന്ന ഈ ഒരു പ്രദേശം ഇന്ന് ഈ ഗ്രാമത്തിൻ്റെ വെളിച്ചമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉന്നതി എന്നത് മാത്രമല്ലാതെ ഈ ഗ്രാമത്തിൻ്റെ ഉന്നതി കൂടി സങ്കല്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നിരന്തരമായി സമാജത്തിൽ ഇടപെട്ട് സംഭാവന പ്രദാനം ചെയ്ത മണ്ണ്, ഇങ്ങനെ എല്ലാ തരത്തിലും ഭാരതപ്പുഴ ഒഴുകുന്ന മണ്ണ്, ഇങ്ങനെ എല്ലാ തരത്തിലും പാലക്കാട് സംസ്കൃതിയുടെയും അതുപോലെ കാർഷിക മേഖലയുടെയും എല്ലാം കൊണ്ടും പ്രൗഢമായ ഈ മണ്ണിനെ പൈതൃക ജില്ലയായി പ്രഖ്യാപിക്കണം. അത് അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ അത് സാധിക്കും. അതിനനുസരിച്ച് നമ്മുടെയൊക്കെ സങ്കല്പവും പ്രാർത്ഥനയും ഉണ്ടാവണം. ഈ കേരളത്തിൻ്റെ മണ്ണ് ഭാരതത്തിൻ്റെ മണ്ണാണ്. ഭാരതമാകുന്ന ഭാരതാംബയുടെ കാൽച്ചുവടുകളാണ് ഈ കേരളം. അല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് നടക്കുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അതിനെ ഇല്ലാതാക്കുവാനും ഭാരതാംബയുടെ കാൽച്ചുവട് ഉറച്ചു നിൽക്കുന്നൊരു മണ്ണാക്കി ഇതിനെ മാറ്റുവാനും ഭാർഗവ ക്ഷേത്രത്തെ നമുക്ക് സാധിക്കും. നമ്മുടെ തലമുറകൾക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ പൂർവികന്മാർ, കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ ഋഷി പരമ്പരയുടെ പൂർവികന്മാർ ചെയ്ത ആ പാരമ്പര്യം എന്താണെന്ന് നമ്മൾ നമ്മുടെ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കണം. അത്തരം ഒരുപാട് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ശിവദം മുത്തശ്ശൻ വീട് എന്നുള്ള ഒരു സങ്കല്പം ഇവിടെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടും ശ്രീ ആനന്ദബോസ് സാറിൻ്റെ കൈകളിലൂടെ അതിൻ്റെ ആ ഒരു തറക്കല്ലിടൽ ഇവിടെ നടന്നു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ അത് പ്രാവർത്തികമാകണം. ശിവം ദദാതി ഇതി ശിവദം. ശിവം എന്ന് വെച്ചാൽ മംഗളമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ മംഗളകരമായ മംഗളത്തെ നൽകുന്നത് ആണ് ശിവദം മുത്തശ്ശൻ വീട്. വൃദ്ധസദനങ്ങൾ നമുക്ക് ധാരാളമായി സമാജത്തിൽ കാണാം. വൃദ്ധസദനം എന്നുള്ളതിൽ നിന്ന് മുത്തശ്ശൻ എന്ന വാക്കിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സ്വാന്തനത്തിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ, ഒരു ഒത്തുചേരലിൻ്റെ ഒരു വാക്സ്പർശം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വൃദ്ധസദനമല്ലാതെ അതിൽ നിന്നുയർന്ന് മുത്തശ്ശൻ വീടായി മാറുമ്പോൾ അവിടെ എത്തിച്ചേരുന്നവർക്ക് ഈ ഒരു ക്ഷേത്ര അന്തരീക്ഷവും ഈ ഗ്രാമാന്തരീക്ഷത്തിലും അവരുടെ സായാഹ്നങ്ങൾ ആധ്യാത്മികമായിട്ടും സാംസ്കാരികമായിട്ടുമൊക്കെ അവർക്ക് കൂടുതൽ, അതായത് വാനപ്രസ്ഥ ആശ്രമമാണല്ലോ മുത്തശ്ശന്മാരുടെയൊക്കെ ഒരു ജീവിതം. അതിനപ്പുറത്ത് സന്യാസാശ്രമം ഉണ്ടെങ്കിലും വാനപ്രസ്ഥ ആശ്രമത്തിൽ കഴിയുന്നവർക്ക് വാനപ്രസ്ഥ ധർമ്മം ആചരിച്ച് ജീവിക്കുന്ന തരത്തിലേക്ക് ഇതിനെ വിഭാവനം ചെയ്യണമെന്നാണ് ശ്രീ ശ്യാംജിയുടെയും അനുബന്ധ പ്രവർത്തകരുടെയും ഒക്കെ ഇച്ഛ. ആ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഇത്തരം മുത്തശ്ശൻ വീടിലേക്ക് എത്തിച്ചേരുന്നവരുടെ ജീവിതം ധന്യമാക്കാൻ സാധിക്കും. കാരണം വാനപ്രസ്ഥ ജീവിതം അത് സൂക്ഷ്മ സാധനയുടെ ജീവിതമാണ്. അതിലൂടെയാണ് ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം മുത്തശ്ശൻ വീടുകൾ, ഒരു വൃദ്ധസദനം ഒരു സ്ഥലത്ത് ആരംഭിക്കുമ്പോൾ പല വൃദ്ധസദനങ്ങളിൽ നമ്മൾ പോകാറുണ്ട്. പലതിൻ്റെയും ഉദ്ഘാടന സഭയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോഴൊക്കെ അവിടെ പറയാറുണ്ട്, ഇത്തരം വൃദ്ധസദനങ്ങൾ നമുക്ക് ഭൂഷണമല്ല, എങ്കിലും കാലത്തിൻ്റെ സാഹചര്യത്തിൽ ഇതിവിടെ വന്നു, ഇത് ഭംഗിയായി നടക്കട്ടെ എന്നേ പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ ആ തരത്തിലല്ലാത്തൊരു സങ്കല്പത്തിലൊരു മുത്തശ്ശൻ വീട് എന്ന് വരുമ്പോൾ ആ മുത്തശ്ശൻ വീട്ടിൽ ഇത്തരം അവിടെ പാർക്കുന്നവരുടെ സമഗ്രമായ ആധ്യാത്മികവും സാംസ്കാരികവും ഭൗതികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം
ലഭിക്കുന്ന രീതിയിലേക്ക് അത് മാറുമ്പോൾ അത് തീർച്ചയായിട്ടും സമാജത്തിന് ദോഷമല്ല, മറിച്ച് അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, ഇന്നത്തെ ഒരു ജീവിത ശൈലിയിൽ അത് ആവശ്യമാണ് എന്നുള്ളതിന് സംശയമില്ല. പലപ്പോഴും പ്രഭാഷണങ്ങളിൽ നമ്മൾ വൃദ്ധസദനത്തിൻ്റെ ദോഷവശങ്ങളൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചും എടുത്തു പറയാറുണ്ട്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ജീവിതത്തിൽ, അണുകുടുംബ ജീവിതത്തിൽ 1 or 2 മക്കളായിരിക്കും ഒരു ഹിന്ദു സമൂഹത്തിനുണ്ടാവുക ഒരു കുടുംബത്തിൽ. ആ 2 മക്കളും അവരുടെ ജോലിക്ക് വേണ്ടി അമേരിക്കയിലും ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അച്ഛനും അമ്മയോടും സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവരുടെ ഭാവിയും അവർക്ക് പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ അവർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവിടേക്കൊരു പക്ഷേ അച്ഛനെയും അമ്മയെയും കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥയിൽ അവർക്ക് വിഷമമുണ്ട്, അച്ഛനെയും അമ്മയെയും നോക്കണമെന്ന്. സാഹചര്യം അനുവദിക്കാതിരിക്കുമ്പോൾ അവരെ ഏറ്റവും സന്തോഷകരമായി കഴിയുന്ന ഒരിടത്തിലേക്ക്, സുരക്ഷിതമായി കഴിയുന്ന ഒരിടത്തിലേക്ക് അവരെ ഏൽപ്പിക്കുകയും അതിനു വേണ്ട സംവിധാനം ചെയ്തു കൊടുക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ അച്ഛനമ്മമാർ തയ്യാറാവണം എന്ന് പലപ്പോഴും നമ്മൾ പ്രഭാഷണ വേദിയിൽ പറയാറുണ്ട്. കാലം മാറി, ജീവിത സാഹചര്യങ്ങൾ മാറി, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും. അപ്പോൾ അത് തെറ്റ് എന്ന് പറയാൻ സാധ്യമല്ല. ജീവിത സാഹചര്യങ്ങൾ അതാണ്, സാമൂഹിക സാഹചര്യം അതാണ്. അല്ലാതെ ഇരുട്ടിൻ്റെ മറവിൽ നാൽക്കവലയിൽ അച്ഛനമ്മമാരെ വലിച്ചിഴച്ച് അവിടെ ഉപേക്ഷിച്ചു പോകുന്ന സംസ്കാരം ഭാരതത്തിൻ്റെ സംസ്കാരമല്ല, സനാതനധർമ്മത്തിൻ്റെ സംസ്കാരമല്ല. അപ്പോൾ അത്തരം സംസ്കാരങ്ങളിൽ നിന്ന് അത്തരം സംസ്കാരങ്ങളിലേക്ക് നമ്മുടെ ഭാവി തലമുറ വഴുതി വീഴാതെ അവരെ ധാർമ്മിക ബോധമുള്ളവരാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളും ധാരാളമായിട്ട് ഇവിടെ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ടും ആശ്രമം കേന്ദ്രീകരിച്ചുകൊണ്ടും അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമ്മുടെ പൂർവികരായ ഋഷിമാർ നമുക്ക് നൽകിയ സംസ്കാരത്തിൻ്റെ മുഖമുദ്രയും ആ ദീപശിഖയും തലമുറകളിലേക്ക് പകർന്നു കൊടുത്താൽ മാത്രമേ ആ ഒരു ദോഷവശത്തിലേക്ക് നമ്മുടെ സമാജം പോകാതെ നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ തരത്തിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകുവാനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുഗ്രാമത്തെ സുഗ്രാമമാക്കി മാറ്റുവാൻ ഒരു ക്ഷേത്രത്തിനും ആ ക്ഷേത്രത്തിന് കൃത്യമായ വീക്ഷണമുള്ള ഒരു ഭരണ സാരഥ്യവും ഉണ്ടായാൽ സാധിക്കുമെന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് സാന്ദീപനി, ഈ അഞ്ചുമൂർത്തി ക്ഷേത്രവും സാന്ദീപനി സാധനാലയവും എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ക്ഷേത്രങ്ങൾക്കൊരു കുറവുമില്ല. ധാരാളം ക്ഷേത്രങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ക്ഷേത്രങ്ങളുടെ ധർമ്മം നിർവഹിച്ചാൽ, ക്ഷയത്തിൽ നിന്ന് നമ്മളെ ത്രാടനം ചെയ്യുന്നതാണല്ലോ ക്ഷേത്രം. അത് ആത്യന്തികമായ മോക്ഷം എന്നുള്ള ക്ഷയം അവിടെ നിൽക്കട്ടെ, മോക്ഷം എന്നുള്ള തലത്തിലേക്ക് നിൽക്കട്ടെ. അതിനപ്പുറം സാമാജികമായ ദൃഷ്ടിയിൽ നമ്മുടെ സമൂഹത്തെ കോർത്ത് നിർത്തുവാനും സമാജത്തിൽ ദുഃഖിക്കുന്നവരെ, വിഷമിക്കുന്നവരെ അവരുടെ കണ്ണീരൊപ്പുന്നൊരു കേന്ദ്രമായിട്ട് മാറ്റുവാനും നമുക്ക് ക്ഷേത്രങ്ങളെ സാധിക്കും. അപ്പോൾ ആ തരത്തിലും ധാരാളം സേവാ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു. അതിനെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ ആ തരത്തിലേക്ക് മാറുകയാണെങ്കിൽ കേരളത്തിലെ സമാജത്തിന്, ഹിന്ദു സമൂഹത്തിനും തദ്വാര കേരളത്തിലെ കേരളീയ സമാജത്തിനും അത് വലിയൊരു താങ്ങും തണലുമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം അത്തരം തരത്തിലേക്ക് നമ്മുടെ ക്ഷേത്രങ്ങളുടെ പ്രവർത്തന രീതി ഉത്ബോധനത്തിലൂടെയും നിയമപരമായിട്ടൊക്കെ മാറ്റുവാൻ സാധിക്കണം. അതിന് അധികാരികളായിട്ടുള്ളവരൊക്കെ ഇവിടെ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാതെ കേവലം വർഷത്തിലൊരിക്കൽ ലക്ഷക്കണക്കിന് രൂപ കരിമരുന്നും കരിയും ഉപയോഗിച്ചുകൊണ്ട് പൊട്ടിച്ചു തീർത്ത് ഉത്സവം കഴിഞ്ഞതോടുകൂടി പിന്നെ അടുത്ത വർഷം വീണ്ടും ഉത്സവത്തിന് പിരിവ് നടത്തുക എന്നുള്ളതല്ല, മറിച്ച് ഉത്സവമൊക്കെ ആവശ്യമാണ്. അതിനപ്പുറത്ത് ദൈനംദിനമായിട്ട് വിഷമിക്കുന്നവരും പ്രയാസപ്പെടുന്നവരും ഓടിയെത്തുന്ന ഒരു കേന്ദ്രമായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ മാറണം. അവിടെ അതിനെ ഭരിക്കുന്നവരുടെ ആ പ്രവർത്തനം ആ രീതിയിൽ മാറുമ്പോൾ ക്ഷേത്രവും സമാജവും അഭേദ്യമായ ബന്ധം നിലനിർത്തുവാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും നാളെ നമ്മുടെ ക്ഷേത്രം നശിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. ഇന്നലെകളിൽ അതിൽ നിന്ന് നമ്മൾ വിടുതൽ വാങ്ങിയപ്പോഴാണ് നമ്മുടെ ഇന്നലെകളിൽ പ്രൗഢമായിരുന്ന ക്ഷേത്രങ്ങൾ ഇടക്കാലത്ത് അന്തിത്തിരി കത്തിക്കാൻ പോലും സാധിക്കാതെ ക്ഷയിച്ച് തളർന്നു കിടന്നത്. നേരത്തെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ 5 സ്തംഭങ്ങൾ ഉണ്ടായിരുന്ന, 5 കൊടിമരങ്ങൾ ഉണ്ടായിരുന്ന പ്രൗഢമായൊരു ക്ഷേത്രമായിരുന്നു ഈ അഞ്ചുമൂർത്തി ക്ഷേത്രം ഒരു കാലഘട്ടത്തിൽ. പക്ഷെ പിന്നീട് ആരും തിരിഞ്ഞു നോക്കാതെ പറയുന്നു, ടിപ്പുവിൻ്റെ കുതിരകളെ കെട്ടിയ ആലയമായിരുന്നു ഈ പ്രദേശമെന്ന്. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായി കാടുമൂടി കിടന്നപ്പോൾ ഒരു സമാജം തന്നെ ഇരുട്ട് ബാധിച്ചു. അവിടെയാണ് ഈശ്വര നിയോഗം എന്നതുപോലെ ശ്രീ ശ്യാമപ്രസാദ്ജിയും അതുപോലെ കുറേയധികം ഈ നാട്ടിലുള്ള ചില സന്മനസ്സുകളും ഒത്തുചേർന്ന് ഈ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും അങ്ങനെ ഇന്ന് കാണുന്ന രീതിയിൽ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ സമാജത്തിൽ വെളിച്ചം ഉണ്ടാക്കുവാൻ, ആധ്യാത്മികമായിട്ടും സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും കൂട്ടായ്മകളിലൂടെ വെളിച്ചമുണ്ടാക്കി കൊടുക്കുവാൻ ഈ ക്ഷേത്രത്തിന് സാധിക്കുന്നത്. അത് തുടർന്നും മുന്നോട്ട് പോകട്ടെ എന്ന് ഈ വൈകിയ വേളയിൽ മാത്രം പറഞ്ഞ് ദീർഘമായി ആയിട്ടുള്ളൊരു സംസാരത്തിന് മുതിരുന്നില്ല.
ഏതായാലും നമുക്ക് ഇന്ന് ആനന്ദബോസ് സാറിനെ ഇവിടെ ലഭിച്ചു. ഇതിനു മുൻപേ നമ്മുടെ കേരള ഗവർണറായ അർലേക്കർജി ഇവിടെ വന്നിരുന്നു. ഒട്ടനവധി മഹാന്മാർ ഇവിടെ വന്ന് ഈ മണ്ണിനെ ധന്യമാക്കിയിട്ടുണ്ട്. തുടർന്നും അത്തരം മഹാത്മാക്കളുടെ ആധ്യാത്മിക രംഗത്തും സാംസ്കാരിക രംഗത്തുമുള്ള മഹാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ട് ഈ മണ്ണ് ധന്യമാവട്ടെ, അതിന് ഗുരു പരമ്പരയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം.